ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്താ പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഒരു പ്യൂബർട്ടി സെറിമണി ഉണ്ട് കേട്ടോ. അപ്പം അതിന് പോകാൻ വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഏട്ടന് വർക്കുണ്ട് പിറ്റേ ദിവസം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ഉണ്ണിയാണ് മിക്കവാറും പോകുന്നുണ്ടാവുക. അപ്പോൾ തലേ ദിവസം തന്നെ പോയിട്ട് ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോൾ ചെറുതുരുത്തി അല്ല ഷൊർണൂർക്ക് പോകാൻ കേട്ടോ. പോണ വഴിക്ക് ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടേക്ക് വന്നിട്ടുണ്ട്. അവിടെ ഏട്ടനൊരു വീടിൽ പോയിട്ട് അളവെടുക്കാനുണ്ടായിരുന്നു വർക്കിൻ്റെ കേട്ടോ. അപ്പോൾ അവിടെ അളവെടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഞങ്ങൾ അവിടെ നിന്നു. അമ്മേനെ നോക്ക്, ഹായ് അമ്മ പറഞ്ഞ ഹായ് കാണിച്ച വീഡിയോയിൽ ഹായ് കാണിച്ച. അച്ഛനും ഇങ്ങടെ പോയി പറഞ്ഞു കൊടുക്കും ഉണ്ണി. അച്ഛൻ ഇങ്ങടെ പോയി പറഞ്ഞു കൊടുക്ക്. അച്ഛനെ കാണാനില്ല പറയും. കുട്ടിയുടെ അച്ഛനെ കാണാനില്ലല്ലോ, കുട്ടിയുടെ അച്ഛനെ കാണാനില്ല പറയും. ഈ ഒരു മണ്ഡപത്തിലായിരുന്നു കേട്ടോ നമ്മുടെ കല്യാണം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് നിൽക്കേണ്ടി വന്നിട്ടാണ് കേട്ടോ ഏട്ടൻ വന്നത്. അങ്ങനെ ഞങ്ങൾ പോണ വഴിക്ക് ചേച്ചീനെയും കുട്ടികളെയും കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ആമിക്കുട്ടിക്ക് പനിയായിട്ട് കാണിച്ചിട്ട് വരികയെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അവരേനെയും കണ്ടങ്ങനെ സംസാരിച്ചിട്ട് ഞങ്ങൾ നേരെ ഷൊർണൂർക്ക് പോയി. അവിടെ നിന്ന് മെഹന്തിയിൽ നിന്നാണ് കേട്ടോ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വന്നത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവൾ കുറച്ചുകൂടി ചെറിയ കുട്ടിയാണ്, ഹൈറ്റ് എന്നെക്കാളും കുറച്ച് കുറവേ ഉള്ളൂ. അപ്പോൾ പിന്നെ കുറച്ചൊരു വേറെ ടൈപ്പ് ഡ്രസ്സ് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ഒരു ഡ്രസ്സ് എനിക്കും ഏട്ടനും ഇഷ്ടമായി കേട്ടോ. അവൾ ചെറിയ കുട്ടിയാണ്, ആ ഒരു ടൈപ്പ് ഡ്രസ്സുകൾ കുറച്ച് മോഡലിലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഈ ഒരു ടൈപ്പാണ് ഇഷ്ടപ്പെട്ടു കേട്ടോ. വേറൊരു റോസ് കളർ ഉണ്ടായിരുന്നു, അപ്പോൾ അതും ഇതിനേക്കാളും കുറച്ചുകൂടി ഇറക്കം കുറവായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി ഇറക്കം കൂടുതലുണ്ടായിക്കോട്ടെ വെച്ചിട്ട് അങ്ങനെ അതെടുത്താണ്. പിന്നെ ഉണ്ണിക്ക് ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുത്ത് വാങ്ങി. അങ്ങനെ അതൊക്കെ വാങ്ങി. അതിനുശേഷം ഉണ്ണിയുടെ വളകളൊക്കെ പൊട്ടിപ്പോയിട്ടോ, കരിവളകളൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെയാണ് യൂസ് ചെയ്യാറ് കേട്ടോ. പിന്നെ അതിന് ഹിമാലയയുടെ ഒരു മോയ്സ്ചറൈസിങ് ക്രീം വാങ്ങി. ഉണ്ണിക്കിപ്പോൾ ഈ കാറ്റുകാലമായ കാരണം ഭയങ്കരമായിട്ട് മുള്ളിയാണ്. അപ്പോൾ അതിന് വേണ്ടി തേക്കാൻ വിചാരിച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ. വീട്ടിൽ വന്നിട്ട് ഞാൻ ഹെയർ ബാൻഡ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ ഒരു ലൈറ്റ് റോസ്, ഒരു പിങ്ക് അങ്ങനത്തെ ഒരു കളറാണ് അവളുടെ ഒരു ഉടുപ്പ് വരുന്നത്. അപ്പോൾ അതിന് മാച്ചായിട്ടുള്ളൊരു മുത്താണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ മാല കോർക്കാനൊക്കെ വാങ്ങിക്കണം മുത്തില്ലേ അത് കേട്ടോ. ഇതൊരു 2 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തികയാതെ വന്നാലോചിച്ചിട്ട് വാങ്ങിയത്. അപ്പോൾ അതെന്തായാലും കാര്യമായി, കാരണം കുറച്ച് ഒരു പാക്കറ്റിനേക്കാളും മറ്റു പാക്കറ്റിന് കുറച്ചും കൂടി എടുക്കേണ്ടി വന്നു കേട്ടോ. പിന്നെ അതിൽ എൻഡിൽ വെച്ചിട്ടുള്ള ബീഡ് അതെൻ്റെ അടുത്ത് കയ്യിലുണ്ടായിരുന്നതാണ്, മുന്നേ വാങ്ങിച്ചുള്ളത്. പക്ഷേ കുറച്ചുകൂടി ചെറുതായിരുന്നു വേണ്ട. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം പിന്നെ അതൊന്നും അവിടെ വാങ്ങിക്കാൻ കിട്ടില്ല. അത് ഞങ്ങൾ പട്ടാമ്പിയിൽ നിന്ന് വാങ്ങിയതാട്ടോ. പട്ടാമ്പി പരാഗിൻ്റെ അടുത്ത് നിന്നുള്ളൊരു ബട്ടൺ ഹൗസിൻ്റെ അവിടെ ഇങ്ങനെ ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ പറ്റിയ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ പിന്നെ കമ്പി ഉണ്ടല്ലോ ഹെയർ ബാൻഡ്, അതിന് 2 രൂപയാണ് വരുന്നുള്ളൂ. ഈ ഒരു ഗ്ലൂ വെച്ചിട്ടാണ് നമ്മളതിൻ്റെ എൻഡ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അതായത് ഞാനും ഉണ്ണിയും കൂടിയിട്ട് പോവാണ്. ഇതൊക്കെ ചുന്തിരിയായിട്ടുണ്ടല്ലോ, ചുന്തിരിയായിട്ട്. നമ്മളെങ്ങടെ പോണേ? ആ ബസ്സിലാണ് കല്യാണത്തിനല്ലേ, ചെറിയ കല്യാണത്തിന് പോവാനില്ലേ? ആ അങ്ങനെ ഞങ്ങൾ ധൃതി പിടിച്ച് അങ്ങോട്ട് എത്തിയപ്പോഴേക്ക് അവർ പോയിട്ടുണ്ടായിരുന്നില്ല. അവർ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ വന്നിട്ട് വീണ്ടും ഡ്രസ്സ് മാറിയിട്ട് പോകാൻ വേണ്ടിയിട്ട് കുളിപ്പിച്ചാക്കലൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കട്ടെ. ഞാൻ നേരെ വൈകി എന്ന് വിചാരിച്ച് വന്നപ്പോൾ അവരും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ണീൻ്റെ ഡ്രസ്സ് മാറ്റിച്ചിട്ട് പോവാച്ചിട്ട് ഇങ്ങോട്ട് നേരെ വന്നതാണ്. ചേച്ചിയുടെ കുട്ടിക്കാണ് കേട്ടോ, മാമൻ്റെ മകളുടെ മകളാണ് കേട്ടോ ഇപ്പോൾ കുട്ടി. അപ്പോൾ അവരുടെ വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ മാമൻ്റെ വീട്ടിലായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഉണ്ണീനെയൊക്കെ അപ്പോൾ എല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് അവരും ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഇതാ അമ്പലം കേട്ടോ, മാമൻ്റെ വീടിൻ്റെ അവിടെയുള്ള അമ്പലമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കുട്ടികളും എല്ലാവരും കൂടി പോവുകയാണ് കേട്ടോ. അമ്മയും അനിയും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ എന്നെ വെയിറ്റ് ചെയ്തിട്ട് ഓങ്ങല്ലൂർ നിൽക്കാമെന്ന് പറഞ്ഞതായിരുന്നു. ബസ് സ്റ്റോപ്പിൽ എൻ്റെ അടുത്ത് നിൽക്കാം, അവർ ആ സമയത്തേക്കാണ്ട് വരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഒരു അർജൻറ്റ് വർക്കായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്ത് പൊക്കോളം പറഞ്ഞതാണ്. ഞാൻ നേരിട്ട് ഇങ്ങോട്ട് പൊക്കോളാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഉള്ള ഡ്രസ്സ് മാറ്റിക്കണ്ടായിരുന്നു, കാരണം അവിടുന്ന് ഉണ്ണിക്ക് ഈ ഡ്രസ്സൊക്കെ ഇട്ടെടുത്ത് ഒന്നാമത് ചൂടെടുക്കും. നല്ല ഹെവി ഡ്രസ്സൊന്നും അല്ല, എന്നാലും ഉണ്ണിക്ക് കുറച്ച് ചൂടെടുക്കണ പ്രകൃതമാണ്. പിന്നെ ബസ്സിലൊക്കെ വരുമ്പോൾ ഓരോന്ന് മിഠായി എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെടുന്നൊക്കെ അറിയായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് മെയിലാക്കണ്ട വിചാരിച്ചിട്ട് ഞാൻ വേറെ ഡ്രസ്സ് ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ എന്നിട്ട് അവിടുന്ന് പിന്നെ അതിനെ മാറ്റിച്ചിട്ടൊക്കെ പോയി. അപ്പോൾ ഇത് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ഞാൻ കുറച്ച് വീഡിയോസൊക്കെ തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഉണ്ണി പിന്നെ അവിടെ ചെറിയ കുട്ടിയുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് കളിക്കുമായിരുന്നു. ഉണ്ണിക്ക് അതൊക്കെ വേണം പറഞ്ഞിട്ട് വാശി പിടിക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇത് അവരെത്തിയിട്ടുണ്ട് കേട്ടോ. അനിയനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ ഉണ്ണീൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ അവൾക്ക് ഫുഡ് കൊടുത്തപ്പോൾ അവൾ കഴിക്കുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് ലാസ്റ്റ് അമ്മ പിന്നെ സെപ്പറേറ്റ് അവൾക്ക് വാങ്ങിയിട്ട്
അവിടുന്ന് അങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഞങ്ങൾ കസിൻസൊക്കെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് അധികം അങ്ങനെ കൂടാറില്ല കേട്ടോ. എപ്പോഴെങ്കിലൊക്കെയാണ് ഇങ്ങനെ ഓരോ ഫംഗ്ഷനോ പൂരോ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴൊന്ന് കാണുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കുറേ സംസാരിക്കേണ്ടായിരുന്നു. ഇപ്പോൾ ഇവരെല്ലാവരും കുട്ടികൾ അത് ഫോണിൽ കാണുക കേട്ടോ. അവിടെ ഭയങ്കര ബഹളവും തല്ലുപിടിയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഫോണൊക്കെ വെച്ച് കൊടുത്തിട്ട് അവിടെ ഒതുക്കി വെച്ച് ഇരിക്കുകയാണ് കേട്ടോ. ഉണ്ണി അങ്ങനെ തന്നെയായിരുന്നു, ഓരോന്നിന് വാശി പിടിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ അമ്മയും മാമനൊക്കെ കൂടിയിട്ട് നിന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മേനെ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഉണ്ണി മിണ്ടാതിരിക്കുന്നു പറയാം കേട്ടോ വോയിസ് കൊടുക്കുമ്പോൾ. ശരി മിണ്ടായിരിക്കാം കേട്ടോ. അങ്ങനെ അവിടുത്തെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് വീട്ടിലേക്ക് തന്നെ വരികയാണ്. ഫുൾ കാർത്തിക തന്നെ കേട്ടോ കുട്ടീനെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെ കാർത്തു എന്നാണ് വിളിക്കുക. അപ്പം അവളും അധികം കുട്ടീനെ എടുത്തിട്ടുണ്ടായിരുന്നത് അവളാണ്. അവൾക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും ഉണ്ണീനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉണ്ണിക്കും പെൺകുട്ടികളെയും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം അവരെന്നായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു. പിന്നെ ഏട്ടന്മാരും കൂടെ കമ്പനിയായിരുന്നു. എല്ലാവർക്കും ഉണ്ണീനെ ഭയങ്കര താല്പര്യമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ നേരം കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ അനിയൻ എന്നെ ബസ് സ്റ്റോപ്പിലേക്ക് ആക്കി തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഉണ്ണിപ്പോൾ ബസ് കയറാൻ നിൽക്കുക കേട്ടോ. ഉണ്ണി ഭയങ്കര വാശിയായിരുന്നു, ഓരോന്ന് വേണമെന്ന് പറഞ്ഞിട്ട്. കുറച്ച് നേരത്തെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു, ബസ്സിൻ്റെ സമയം അറിയാത്തതുകൊണ്ട്. ഫ്രണ്ട്സ്, തിരുവാതിരയ്ക്ക് ചോഴി വന്നൊരു വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ എനിക്ക് നീരിറക്കും ഒക്കെ എണ്ണ തേച്ചിട്ട് വെയിലും ഉണ്ടായിരുന്നു, നീരിറക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വോയിസ് കൊടുക്കാൻ പറ്റിയില്ല. അത് കാരണം ഞാൻ ആ വീഡിയോ ഇതൊരു 2 വീഡിയോ ചെയ്യേണ്ടതാണ്. നമ്മുടെ തിരുവാതിരയുടെ വീഡിയോയും മറ്റ് പ്യൂബർട്ടി അതിന് പോയ വീഡിയോ, അങ്ങനെ 2 വീഡിയോ ആയിട്ട് ചെയ്യേണ്ടതായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വയ്യാത്ത കാരണം വോയിസ് കൊടുക്കാൻ പറ്റാത്ത കാരണം ഞാനതങ്ങനെ 2 വീഡിയോ കൂടി ഒന്നാക്കിയിട്ടാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അത് ആ ചോഴി വന്നതിൻ്റെ വീഡിയോ കിട്ടത്. പിറ്റേ ദിവസം ഞങ്ങൾ കൂവ ഒക്കെ വരകിയിട്ട് അതാണ് കേട്ടോ രാവിലെ കഴിച്ചത്. അപ്പോൾ ഉണ്ണിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, കൂവപ്പൊടി വരകിയത് ഇഷ്ടപ്പെട്ടു. അവൾക്ക് പായസം എന്ന് പറഞ്ഞിട്ട് കഴിക്കായിരുന്നു. അവൾ അമൃതം പൊടി കഴിക്കാറുണ്ടല്ലോ. അപ്പോൾ അതുപോലെ കണ്ടപ്പോൾ തന്നെ പായസം എന്ന് പറഞ്ഞിട്ട് അത് മാത്രമേ അവൾ കഴിച്ചുള്ളൂ കേട്ടോ. പുഴുക്കോ അതുപോലെ അങ്ങനെയൊന്നും കഴിച്ചില്ല. അവൾ അത് മാത്രമായിട്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഉണ്ണിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമായി. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കും ഒക്കെ അവൾ വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഉണ്ണി ഇതാ ചെണ്ടൊക്കെ എടുത്തിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. റോട്ടിൽ കൂടെ നടക്കുകയാണ്. കുറേ ആയി ഇപ്പോൾ ചെണ്ട എടുത്ത് കളിക്കാണ്ട് കേട്ടോ. നമ്മളേതോ ഒരു പൂരത്തിന് പോയപ്പോൾ വാങ്ങിയതായിരുന്നു കേട്ടോ ഈ ഒരു ചെണ്ട. അപ്പോൾ അത് വെച്ചിട്ട് കളിക്കുകയാണ്. അത് കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങളൊന്ന് കിടന്നു. അങ്ങനെ എന്നിട്ട് വൈകുന്നേരത്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ തിരുവാതിരക്കല്ല. അപ്പോൾ കുറേ ആയി ഇപ്പോൾ വീട്ടിലേക്ക് പോയിട്ട്. അപ്പോൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടോ. അപ്പോൾ ഉണ്ണീനെ അത് ഡ്രസ്സ് ചെയ്യിപ്പിച്ച് ഞാനും ഡ്രസ്സ് മാറി ഞങ്ങളങ്ങനെ പോവാണ്. അപ്പോൾ അത് ഉണ്ണി ടാറ്റൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അവരോടൊക്കെ ടാറ്റ പറയാണ്. ടാറ്റ കൊടുക്കുന്നു. അങ്ങനെ അതപ്പോൾ അമ്മയുടെ കടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അമ്മ ഒന്ന് കടയിൽ പോയിട്ടുണ്ട്. അമ്മ കട തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നേരെ അങ്ങനെയാണ് ആദ്യം പോയത്. അപ്പോൾ ഏട്ടൻ അവിടെ ബേക്കറിയിൽ കയറിയതായിരുന്നു. അതിൽ അച്ചമ്മയ്ക്ക് മുറുക്കാനൊക്കെ മേടിക്കേണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ അത് വാങ്ങാൻ വേണ്ടി അങ്ങോട്ട് കയറി. ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോന്നു. ഞങ്ങളിവിടെ വന്നപ്പോൾ അപ്പുറത്തെ കടയിൽ ഹോട്ടലാണ്. അപ്പോൾ അവിടുത്തെ ചേച്ചീനായിട്ട് ഉണ്ണി ഭയങ്കര കമ്പനിയാണ് കേട്ടോ. അവിടെ അമ്മമ്മ തന്നെയാണ് അവരേന് വിളിക്കുക. അപ്പോൾ അവിടെ ചെന്നാൽ അവരിങ്ങനെ കോഴിമുട്ട കൊടുക്കാറുണ്ട് ഇവൾക്ക്. കാരണം അവൾക്ക് കോഴിമുട്ട അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവൾ കോഴിമുട്ട ചില്ലിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് കാണുമ്പോൾ അവൾ കോഴിമുട്ട വേണമെന്ന് പറയാം. ബാക്കി പലഹാരങ്ങൾ കാണിച്ചു കൊടുത്താലും അവൾ കോഴിമുട്ട വേണം പറയും. അപ്പോൾ ചേച്ചി ഇപ്പോൾ എപ്പോൾ ചെന്നാലും ചേച്ചിയുടെ ഭാഗമായിട്ടൊരു കോഴിമുട്ട അവൾക്ക് കൊടുക്കും കേട്ടോ. അങ്ങനെ ഒരു കോഴിമുട്ട കൊടുത്തതാണ് കേട്ടോ അത്. അപ്പോൾ അത് എനിക്ക് കാണിച്ചു തരികയാണ് കൊണ്ടുവന്നിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മ ചായയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ ഇപ്പോൾ എത്തിയിട്ടില്ല കേട്ടോ. ഏട്ടൻ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി നിൽക്കുകയാണ്. ഞങ്ങൾ പിന്നെ അങ്ങനെ അങ്ങോട്ട് പോന്നു. അപ്പോൾ അമ്മ നേരത്തെ വരാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഞങ്ങൾ വന്ന കാരണം വീട്ടിലേക്ക് നേരത്തെ വരാം, അല്ലെങ്കിൽ അമ്മ 7 മണിക്കാവും കേട്ടോ കട അടച്ചിട്ട് വരാൻ. നേരത്തെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ വന്നപ്പോൾ ഏട്ടന് കാണിച്ചു കൊടുക്കുകയാണ്. കോഴിമുട്ട തന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഏട്ടന് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ചായയൊക്കെ വന്നിട്ടുണ്ട്. പഴംപൊരിയും ചായ കേട്ടോ. ഉണ്ണിക്ക് ചായ
ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അധികം അങ്ങനെ കൊടുക്കാറില്ല, രാവിലെ തന്നെ കൊടുക്കാറുള്ളൂ. ചായ കൊടുക്കാറുണ്ട്, അധികം പൊടിയിടാതെ കൊടുക്കാറ്. ഇതിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ച കാരണം കുറച്ച് കടുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് ചായ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെത്തി പറഞ്ഞാൽ മണിക്കുട്ടീനെ വിളിക്കാം കേട്ടോ. അവിടെ നിന്നിട്ട് മണിക്കുട്ടീനെ അങ്ങോട്ട് നോക്കി വിളിക്കുകയാണ് വരാൻ വേണ്ടിയിട്ട്. അപ്പം മണിക്കുട്ടി അവൾക്ക് ഇവിടെ എത്തിയപ്പോൾ തന്നെ കുറച്ചായി ഇപ്പോൾ വന്നിട്ട്, പക്ഷേ കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ട് കേട്ടോ. നേരെ വന്നിട്ട് കളിപ്പാട്ടമൊക്കെ തുറന്നിട്ട് എടുത്ത് കളിക്കുകയാണ് ഞങ്ങൾ. കാരണം കുറച്ചൊരു ഇവിടെ പിറന്നാളിൻ്റെ മുന്നേ ഞങ്ങൾ ഒരു ദിവസം വന്ന് നിന്ന് പോയതാണ്. അപ്പോൾ കുറച്ചായിപ്പോൾ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് അത്ര എന്താ പറയുക, അവൾക്ക് ഓർമ്മ ഉണ്ട് കാര്യങ്ങൾ. അതുകൊണ്ട് ആദ്യം തന്നെ പാവക്കുട്ടീൻ്റെ അടുത്ത് കളിക്കുന്നത് എനിക്ക് ഡിഗ്രിക്ക് പ്രസൻറ്റ് കിട്ടിയ പാവക്കുട്ടി കേട്ടോ. ഡിഗ്രിക്ക് ക്രിസ്മസ് സെലിബ്രേഷൻ എനിക്ക് കിട്ടിയൊരു പ്രസൻ്റ് ആയിരുന്നു. അപ്പോൾ അതിപ്പോഴാണ് ഞാനത് അങ്ങനെ സൂക്ഷിച്ച് വെച്ചതാണ്. ഇപ്പോഴാണ് അതിൽ ഉണ്ണിങ്ങനെ ചളിയൊക്കെ ആക്കാൻ തുടങ്ങിയത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ സാധനങ്ങളൊക്കെ എടുത്തിട്ട് കളിയാണ്. അപ്പോൾ ഇതൊരു വാട്ടർ ഗണ്ണാണ്. ഉണ്ണിക്ക് പാവയുടെ ഒരു ഗണ്ണ്, ബബിൾ ഉണ്ടാകുന്ന ഗണ്ണുണ്ടല്ലോ, അതിൽ തന്നെയാണ് കളി കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ വെള്ളം നിറച്ചിട്ട് അങ്ങനെ കാണിച്ചു കൊടുത്തിട്ടില്ല. ഉണ്ടെങ്കിൽ പിന്നെ അത് തന്നെയാവും കളി. അതുകൊണ്ട് ഞാൻ കാണിച്ചു കൊടുത്തിട്ടില്ല. ഇതിൽ വെള്ളം നിറയ്ക്കാളെന്നൊന്നും അവൾക്ക് അറിയില്ല. എന്നിട്ട് ഇതാ പിന്നെ തീവണ്ടി എടുത്ത് കളിക്കുകയാണ്. അപ്പോൾ ഈ ഒരു തീവണ്ടിയുടെ ഒരു സാധനമാണ് ആദ്യം കിട്ടുക. ഒരു ഫസ്റ്റ് ബോഗി മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ ആദ്യം. അപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടാകുന്നില്ല അതിൽ രണ്ടെണ്ണം ഉള്ളതെന്ന്, എനിക്ക് ഓർമ്മ ഉണ്ടാകുന്നില്ല. പക്ഷെ അവൾ എന്നോട് ചോദിച്ചു ഇതിൻ്റെ ഒന്നുകൂടി എവിടെയും ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ റെയിൽ പാളാന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ പാളെടുത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ പറഞ്ഞു ഇതല്ല അതിൻ്റെ ഒന്നുകൂടി എവിടെയെന്ന്. അപ്പോൾ അവൾക്കത് ഓർമ്മ ഉണ്ടായിരുന്നു. അങ്ങനെ അതും കൂടി എടുത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള സാധനം ഒക്കെ കഴിക്കുകയാണ് കേട്ടോ. ബേക്കറിയൊക്കെ വാങ്ങിച്ചത്. പിന്നെ ഇത് വൈകുന്നേരം അച്ഛൻ വരാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ നേരത്തെ വരാൻ പറഞ്ഞ ആളാണ്. സാധാ സമയത്ത് തന്നെ എത്താൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ എന്നിട്ട് അവർ കൊണ്ടുവന്നതിന് എന്തൊക്കെയോ നോക്കി വാങ്ങുക നിൽക്കുക കേട്ടോ അവൾ. അപ്പോൾ അച്ഛൻ, അപ്പോൾ അമ്മ അതിലൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. കാരണം ഞങ്ങൾ ബേക്കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഒന്നും വാങ്ങിക്കണ്ട വിചാരിച്ചിട്ട് അമ്മ വാങ്ങിച്ചിട്ടുണ്ടായില്ല. പക്ഷേ അച്ഛൻ ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് അമ്മ കണ്ടിട്ടില്ല കേട്ടോ. അത് തന്നെയാണ് ഒന്നുമില്ല പറഞ്ഞിട്ട് നിൽക്കണത്. അങ്ങനെ ഇതാ ഐസ്ക്രീമൊക്കെ കൊടുത്തു. ചെറിയൊരു ഐസ്ക്രീം ആട്ടോ. അപ്പം അങ്ങനെ കൊടുക്കാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും വാങ്ങിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് കുറവാട്ടോ അവൾക്ക്. മധുരം അങ്ങനെ കൊടുക്കാറില്ല. ഇടയ്ക്ക് ഞങ്ങളങ്ങനെ കൊടുത്തായിരുന്നു. ഇപ്പോൾ ഞങ്ങളൊക്കെ ഒരു കുറച്ചിരിക്കുക കേട്ടോ. ഇങ്ങനെ ബേക്കറി അതുപോലെ മിഠായി ഒക്കെ കൊടുക്കണത് കുറവാണ് ഇപ്പോൾ. അവൾ ഭക്ഷണം കഴിക്കാനൊക്കെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കൊടുക്കൽ കുറവാണ്. പിന്നെ ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് ഇന്ന് അച്ഛമ്മയുടെ പിറന്നാളായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ നീരിറങ്ങിയിട്ട് പല്ല് വേദനിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നീരിറക്കത്തിൻ്റെ ഗുളിക വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പെരുമാറ്റം ഞങ്ങൾ പോയിട്ടോ. ഇത് ഞങ്ങൾ അമ്മയ്ക്ക് വരുന്നതിൻ്റെ മുമ്പ് പോയി വാങ്ങിയതാട്ടോ. എന്നിട്ട് ഞങ്ങൾ അവർ പറഞ്ഞ് പോയിട്ട് ഒരു കേക്കും കൂടി വാങ്ങി കൊണ്ടുവന്നു കേട്ടോ. എന്നിട്ട് അത് മുറിക്കാൻ മണിക്കുട്ടീനെയും മേമയും ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും വന്നു. അങ്ങനെ ഞങ്ങൾ കുട്ടികളും കൂടി അച്ഛമ്മയും കൂടിയിട്ട് കേക്ക് മുറിക്കുകയാണ്. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തുടർന്നും ഇതുപോലെ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.